ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് iPhone 15 ചില ടിപ്സും ട്രിക്സും ഒക്കെയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ കോൺടാക്ട്സിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് പോസ്റ്റർ എന്നുള്ള പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺടാക്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു കോൺടാക്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പേരും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കസ്റ്റമൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം ഐഫോണിലെ എല്ലാ മോഡൽസിലും ഈ ഒരു ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇപ്പോൾ ഡൈനാമിക് ഐലൻഡിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് പ്ലേ ചെയ്യാനിടാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആപ്പിൽ പോകണമെന്നില്ല. അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഡൈനാമിക് ഐലൻഡിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു പാട്ടിൻ്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാട്ട് ഓൾറെഡി പ്ലേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ പാട്ട് നിങ്ങൾ പ്ലേ ചെയ്യാനിട്ടാൽ ഇവിടെ നിന്ന് തന്നെ ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ആപ്പിൽ സെപ്പറേറ്റ് പോകണം എന്നില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ iPhone 15 വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനോടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി ആക്സസറീസ് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫാന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഒക്കെ ഇതിലോട്ട് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ ഇത് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ പോയാൽ അതിൻ്റെ സെറ്റിംഗ്സ് കണ്ടോളണം എന്നില്ല. അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെക്കോർഡ് വീഡിയോ എന്നുള്ളതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ ഫുൾ HD റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4K മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പിന്നെ HDR വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലോ മോഷൻ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സിനിമാറ്റിക് വീഡിയോയുടെ റെസൊല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസൊല്യൂഷൻ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഫോട്ടോയുടെ കാര്യത്തിൽ ഫോർമാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് ഫോട്ടോ മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോട്ടോയുടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 24 മെഗാപിക്സലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു റെസൊല്യൂഷൻ കൺട്രോൾ എന്നുള്ളത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഓൺ ആക്കി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് 48 മെഗാപിക്സലിൻ്റെ ഓപ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അതിനുശേഷം ക്യാമറ ആപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ HEIF മാക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓണാക്കി വെച്ചാൽ നമുക്ക് 48 മെഗാപിക്സലിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരാളുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഇവിടെ ക്യാമറയുടെ താഴായിട്ട് F എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു F ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഫോക്കസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം ചെക്ക് ചെയ്യുക. പിന്നെ പലപ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയിട്ട് അത് ഓണായിട്ട് കിടക്കാറുണ്ട്. പിന്നെ ഗാലറിയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ പോലെയല്ല, വളരെ സിമ്പിളാണ്. ഏത് ഫോട്ടോ ആണോ ക്രോപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് സൂം ചെയ്താൽ മതി. സൂം ചെയ്താൽ ഇവിടെ മുകളിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോ ക്രോപ്പ് ആവുന്നതായിരിക്കും. നമ്മൾ വേറെ സെപ്പറേറ്റ് എഡിറ്റിങ്ങിലൊന്നും പോകണ്ട. സൂം ചെയ്യുമ്പോൾ തന്നെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. പിന്നെ വന്നിട്ടുള്ള വേറൊരു ഫീച്ചറാണ് സ്റ്റാൻഡ് ബൈ എന്നുള്ള ഫീച്ചർ. ഇപ്പോൾ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ സ്റ്റാൻഡ് ബൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. സ്റ്റാൻഡ് ബൈ എന്നുള്ളത് ഓൺ ആക്കിയിടുക. ഇപ്പം ഈ ഒരു സ്റ്റാൻഡ് ബൈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ ചരിച്ചു വെക്കുന്ന സമയത്ത് ഇതൊരു ക്ലോക്ക് പോലെ ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ ഫേസ് ടൈം ആപ്ലിക്കേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫേസ് ടൈമിൽ നമ്മൾ വേറെ ഒരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇമോജീസിൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലും കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫേസ് കൊണ്ടൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോജി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ലൈക്ക് ബട്ടൺ അവരുടെ സ്ക്രീനിൽ അവർക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഒരു ഫീച്ചർ എന്താ വെച്ചാൽ കോൺടാക്ട് വിഡ്ജറ്റ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ വിഡ്ജറ്റ്സിലോട്ട് പോകുന്നതായിരിക്കും. വിഡ്ജറ്റ്സിലെത്തിയിട്ട് കോൺടാക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് കോൺടാക്റ്റ് ആണോ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്താൽ ഇതുപോലെ ഒരു വിഡ്ജറ്റ് ആഡ് ആവുന്നതായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് കോൾ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് കോൾ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഐക്കൺസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഐക്കൺ ഇങ്ങോട്ട് ഒന്ന് മൂവ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പം എനിക്ക് ആ ഒരു മൂവ് ചെയ്തത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക.
ഷെയ്ക്ക് ചെയ്യുമ്പോൾ അൺഡു മൂവ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിൽ അൺഡു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അവർ മൂവ് ചെയ്തത് ക്യാൻസൽ ആവുന്നതായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് രണ്ടാമത് പിടിച്ച് നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണാൻ പറ്റില്ല. അത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കുക. അപ്പോൾ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം വരുന്നത് ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിലാണ്. ഇപ്പം ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ചാർജിങ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. ഈ ഒരു ഫീച്ചർ ഒന്നെങ്കിൽ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് അല്ലാന്നുണ്ടെങ്കിൽ 80% ലിമിറ്റിൽ വെക്കുക. നൺ എന്നുള്ളതിൽ വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ബാറ്ററിയുടെ ഒരു എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ്ഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 80% വരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്ലോ ആയിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടായിരിക്കും ഫോൺ ചാർജ് ചെയ്യുക. രാവിലെ നമ്മൾ ഏകദേശം എണീക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേ ചാർജ് ഫുൾ ആവുള്ളൂ. പിന്നെ സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി SOS എന്നുള്ള ഫീച്ചർ കാണാൻ പറ്റും. അതിൽ കോൾ ആഫ്റ്റർ സീരിയസ് ക്രാഷ് എന്നുള്ളത് ഓൺ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം അത് ഒന്ന് ഓണാക്കി ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ടോപ്പ് റൈറ്റ് ഭാഗത്ത് നിന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൺട്രോൾ സെൻറ്റർ സെക്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണ ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെതൊന്നും ഇതിലുണ്ടാവാറില്ല. പക്ഷേ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ കൺട്രോൾ സെൻറ്ററിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ സെൻറ്ററിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ആപ്പുകളും ഒരുമിച്ച് കാണണം. അതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ആപ്പുകൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോം പേജിൽ ലാസ്റ്റ് പേജിലോട്ട് പോവുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. അത് നമുക്ക് ഇവിടെ ആപ്പുകളൊക്കെ സോർട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഏത് ആപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സോർട്ട് ചെയ്ത് എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് PUBGയുടെ നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പം അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കോട്ട് വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓഫ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫോൺ ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു നല്ല വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊന്നും ലഭിച്ചോളണം എന്നില്ല. അത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യണം. അതിന് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്റ്റിക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഓണാക്കുക. അതിനുശേഷം നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പം വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തതിൻ്റെ സെൻറ്ററിലുള്ള ഏതെങ്കിലും ഭാഗത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്പേസ് ബാറിൽ ഞെക്കി പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്താൽ ഈ ഒരു കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിരിക്കും. അതും ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഫോണിൽ അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. സെറ്റിംഗ്സിൽ പോവുക. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ടച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ താഴത്ത് ബാക്ക് ടാപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ചിലപ്പോൾ ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡബിൾ ടാപ്പും അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പും. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡബിൾ ടാപ്പിൽ സ്ക്രീൻഷോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ടാപ്പിൽ ഫ്ലാഷ് ലൈറ്റുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇവിടെ എടുക്കുന്നതായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രമല്ല കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിൽ പോയാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ ടോൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇത് ഓൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ട്രൂ ടോൺ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസ്പ്ലേയുടെ കളറും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫാക്കി വെക്കാം. അല്ല വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പുതിയൊരു ആപ്പിൾ ഫോൺ മേടിക്കുന്ന സമയത്ത് സെറ്റിംഗ്സിൽ പോയി നോക്കിയാൽ ഇവിടെ സർവീസ് ഇൻക്ലൂഡഡ് വിത്ത് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം ആപ്പിൾ മ്യൂസിക് 6 മാസത്തെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആപ്പിൾ ആർക്കേഡ് പിന്നെ ആപ്പിൾ TV Plusന്റെ സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് അവൈൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പായിട്ട് ഇത് അവൈൽ ചെയ്യുക.
പിന്നെ ഫേസ് ഐ ഡിയുടെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫേസ് ഐ ഡി വിത്ത് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ടുള്ള ആ ഒരു ഫേസും റെക്കഗ്നൈസ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് അപ്പിയറൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ ഇത് നമ്മുടെ വേറൊരു ലുക്ക് രജിസ്റ്റർ ചെയ്യാനാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരാളുടെ ഫേസ് ഇത് വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അസിസ്റ്റീവ് ടച്ച് എന്നുള്ള ഒരു ഫീച്ചർ ഇതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റീവ് ടച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് ഓണാക്കി വെക്കുക. ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നതായിരിക്കും. ഇപ്പം പഴയ ഐഫോൺസിലൊക്കെ ഇവിടെ സെൻറ്ററിൽ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അപ്പം അതിന് പകരം പലരും മുമ്പ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഹോം ബട്ടൺ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലോട്ട് പോകാനുള്ള ബട്ടണൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഐഫോൺ 15 ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോണിൽ ഇവിടെ യൂട്ടിലിറ്റീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മെഷർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് ആ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ആപ്പിൽ ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. അപ്പം അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ടാപ്പ് പിടിച്ച് അളക്കൊന്നും വേണ്ട. പിന്നെ ഐഫോൺ 15 ഫോട്ടോസിന് സ്റ്റിക്കർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് ഫോട്ടോയുടെ സ്റ്റിക്കറാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആഡ് ടു സ്റ്റിക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്കറിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ സ്റ്റിക്കറിലോട്ട് ആഡ് ആയിട്ടുണ്ട്. പിന്നെ പൊതുവേ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് റിഫ്രഷ് ആവാറുണ്ട്. ഇപ്പം അത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ഓണായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പവർ ബട്ടണിൽ മാത്രം ഞെക്കി പിടിച്ചാൽ പോരാ. പവർ ബട്ടണിലും അതുപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടണിലും ഒരുമിച്ച് ഞെക്കി പിടിക്കണം. അപ്പോഴാണ് സ്വിച്ച് ഓഫിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടണിലും അതുപോലെ തന്നെ വോളിയം അപ്പ് ബട്ടണിലും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവുന്നതായിരിക്കും. പിന്നെ ബ്രൗസറിൽ ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. സേവ് ടു ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ബ്രൗസറിലും പോലെ സഫാരി ബ്രൗസറിൽ പ്രൈവറ്റ് ടാബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻകോഗ്നിറ്റോ മോഡിൽ നമുക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ലോക്കായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതിന് ശേഷം നമ്മുടെ ഫേസ് ഐ ഡി വെച്ചിട്ട് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വൺ ഹാൻഡ് മോഡ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ വൺ ഹാൻഡ് മോഡ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴത്തോട്ടും സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പം സ്ക്രീൻ ഇങ്ങനെ വരുന്നതായിരിക്കും, മുകളിലുള്ള കാര്യങ്ങൾ താഴത്തേക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെ സുഖമായിട്ട് ഒരു കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ സെൻറ്ററിലോട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. വോയിസ് ഐസൊലേഷൻ എന്നുള്ളൊരു ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് ഒക്കെ ക്ലിയർ ആവുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഐഫോൺ 15 ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും. അപ്പോൾ ഞാൻ ഇതിലൊക്കെ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെയും ടിപ്സും ട്രിക്സൊക്കെ അവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.